ചെരണ്ടത്തൂർ മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ചെരണ്ടത്തൂർ മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. 27-ാം തീയതി വൈകുന്നേരം 6:30 ആധ്യാത്മിക പ്രഭാഷണം പ്രമോദ് ഐക്കരപ്പടി നടത്തുന്നതായിരിക്കും. അതോടൊപ്പം ആധ്യാത്മിക പ്രഭാഷണം 8:30 മണിയോടുകൂടി പൂർത്തീകരിച്ച് 8:30 മണിക്ക് ശേഷം രാവിലെ 3 മണി വരെ പ്രദേശത്തുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും നൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 28-ാം തീയതി നട്ടത്തറ ആരംഭിക്കുകയും 29-ാം തീയതി ഉത്സവം, അതുപോലെ തന്നെ 30-ാം തീയതി വാളകം കൂട്ടുന്നതോടുകൂടി ഉത്സവം അവസാനിപ്പിക്കുന്നതായിരിക്കും. 29-ാം തീയതി രാത്രി അന്നദാനവും, അതുപോലെ തന്നെ 30-ാം തീയതി ഉച്ചയ്ക്ക് അന്നദാനവും. ഇപ്പോൾ ഉത്സവം നടക്കാൻ പോകുന്ന ഈ ക്ഷേത്രം പഴയകാലത്ത് ഈ ക്ഷേത്രം കൊണ്ട് നടന്നതും ഇതിൻ്റെ ഊരാൾമാരും വടക്കേ മണ്ണിൽ തറവാട്ടുകാരായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഉത്സവങ്ങൾ നടന്നു പോകുന്നത്. കുറേ കാലങ്ങളാ ഉത്സവം ഇല്ലാതെ പോയി. അതിനുശേഷം വീണ്ടും 1978 വർഷത്തിൽ ഉത്സവം അവർ തന്നെ നടത്തിപ്പോരുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ ഒരു സഹകരണം കൂടി ഈ ഉത്സവത്തിന് ആവശ്യം എന്ന് വന്നപ്പോൾ നാട്ടുകാരുടെ ഒരു സഹകരണത്തോടുകൂടി നേരത്തെ നടന്നതെങ്കിലും അതൊരു കമ്മിറ്റി എന്ന രീതിയിലായിരുന്നില്ല. കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് ക്ഷേത്രത്തിലെ ഉത്സവം നടത്താൻ വേണ്ടി അവർ ഒരു 15-അംഗ കമ്മിറ്റിക്ക് ഈ ക്ഷേത്രം വിട്ടുതന്നു. ക്ഷേത്രം വിട്ടുതന്നെങ്കിലും ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗതിക്കും ഉത്സവകാലങ്ങളിലൊക്കെ തന്നെ മണ്ണിൽ തറവാട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ വരികയും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താനും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വന്ന ഇതിന് അവരുടെയും സഹായത്തോടുകൂടി ഈ നാട്ടിലെ ആളുകളും കൂടിയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ നിലയിലെത്തിച്ചത്. ഒരുപാട് പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അതിനുമപ്പുറം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരവുമായി ബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മാങ്ങമൂഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ മാങ്ങമൂഴി അറിയപ്പെടുന്നത്. മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം ഈ മാങ്ങമൂഴിയിലേക്ക് കുറ്റിയാടിപ്പുഴ ഇതുവഴി ഒഴുകിപ്പോകുന്നുണ്ട്. അതുപോലെ വടകരമായി കനാലി ഇവിടെ വന്ന് ചേരുന്നു. അതുമാത്രമല്ല ഒരു 3 പഞ്ചായത്തുകളുടെ നടുവിലാണ്, അതായത് ചെറുവണ്ണൂർ, മണിയൂർ, തിരുവള്ളൂർ ഊരുകളുടെ ഒരു സങ്കേതം തന്നെ. അന്തരത്തൂർ, അതുപോലെ കരകൾ, എടത്തുംകര, വെള്ളൂക്കര, പടിഞ്ഞാറേക്കര, ഇതിൻ്റെയൊക്കെ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ഈ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു 5-10 കൊല്ലം മുമ്പ് ഇവിടുത്തെ ക്ഷേത്രത്തിന് മുൻപുള്ള മാങ്ങമൂഴിയിൽ വാവുബലി, കർക്കിടക വാവുബലി തുടങ്ങുകയും അത് ഓരോ വർഷം തോറും ആളുകൾ കൂടി ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കർക്കിടക വാവുബലിക്ക് ഇവിടെ എത്തിച്ചേരുകയും തിറ മഹോത്സവത്തിന് പുറമെ
ഒരു വർഷക്കാലം വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അതിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലെ ഉത്സവത്തിന് ശേഷം 7ാം പൂജ ശുദ്ധികലശം, അതിനുശേഷം കുംഭമാസത്തിൽ ഇവിടെ ആയില്യ പൂജ നടക്കുന്നു. ആയില്യ പൂജയെ സംബന്ധിച്ചുള്ള ഈ ക്ഷേത്രത്തിൽ ചിത്രകൂടത്തോടു കൂടിയ, മലബാറിലെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ചിത്രകൂടത്തോടു കൂടിയുള്ള നാഗക്കാവുള്ളത് കൊണ്ട് ഇവിടുത്തെ ആയില്യ പൂജ വളരെയധികം വിശേഷപ്പെട്ടതാണ്. ആയില്യ പൂജയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രം തന്ത്രിയായിരിക്കുന്ന ബ്രഹ്മശ്രീ കക്കാടിലത്ത് ദയാനന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നവക ഉൾപ്പെടെ വളരെ ഭംഗിയായി നടത്തി വരുന്നുണ്ട്. പിന്നീട് കർക്കിടക മാസത്തിൽ വാവുബലി, അതുപോലെ നവരാത്രി ആഘോഷം, എഴുത്തിനിരുത്ത്, വാഹനപൂജ, വിദ്യാരംഭം, അങ്ങനെ വിപുലമായ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ മണ്ഡലവിളക്ക് വൃശ്ചിക മാസത്തിൽ തുടങ്ങി 41 ദിവസത്തെ മണ്ഡലവിളക്ക് വളരെ വിപുലമായിട്ട് ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വർഷത്തെ ഇവിടുത്തെ